ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു പാർക്ക് വ്ലോഗാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സൺഡേ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് മക്കൾക്കൊരു എൻജോയ്മെൻ്റ് ആവാമെന്ന് കരുതിയിട്ട് പാർക്കിലോട്ട് പോകാൻ തീരുമാനിച്ചു. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, മക്കളൊക്കെ റെഡിയാക്കി 3:30 ആയപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി. പാർക്ക് വളരെ അടുത്തായതുകൊണ്ട് നടന്നിട്ടാണ് ഞങ്ങൾ പാർക്കിലോട്ട് പോകുന്നത്. ഇതിനു മുന്നത്തെ ഒരു വ്ലോഗിൽ കാണിച്ചിരുന്ന സെയിം പാർക്കിലോട്ട് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്, ഡെൽമ പാർക്ക്. അന്ന് ഞങ്ങൾ പോയ സമയം രാത്രി ആയതുകൊണ്ട് വെളിച്ചത്തിൽ നിങ്ങൾക്ക് പാർക്കൊന്നും കാണാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് ഞാൻ വെളിച്ചത്തിലുള്ള വിഷ്വൽസ് കാണിച്ചു തരാമെന്ന് കരുതി. എന്തായാലും പോകുന്നത് കൊണ്ട് എനിക്കൊരു കണ്ടൻറ്റ് കൂടി കിട്ടിയിട്ടുണ്ട്. ഇന്ന് പിന്നെ സ്നാക്സ് ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല. ഉണ്ടാക്കാൻ നിന്ന് എന്തായാലും ലേറ്റ് ആവും ഇറങ്ങാൻ. അതുകൊണ്ട് പുറത്തുനിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. പാർക്കിലോട്ട് പോകുമ്പോൾ ജ്യൂസും ക്രോയ്സൻ്റും ഒക്കെ കൊണ്ടുപോകാമെന്ന് കരുതിയിട്ട് അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ അത് വാങ്ങാനായിട്ട് കയറി. കുട്ടികളെ പോലെ തന്നെ വലിയവർക്കും എൻജോയ്മെൻ്റ് ഒക്കെ വേണ്ടേ, അപ്പോൾ അതുകൊണ്ട് തിന്നിട്ട് എൻജോയ് ചെയ്യാമെന്ന് കരുതി. ആദ്യം തന്നെ എടുത്തത് നമ്മളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബട്ടർ ക്രോയ്സൻ്റ് ആണ്. ഞങ്ങൾ 4 ആളുള്ളത് കൊണ്ട് ഞങ്ങൾ 4 ക്രോയ്സൻ്റ് എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഞങ്ങൾ എടുത്തത് ഈ ബട്ടർ കേക്കാണ്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് ഈ സബാഹു എന്ന് പറഞ്ഞ ബട്ടർ കേക്ക്. UAE-യിലുള്ളവർ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അയ്യോ, നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറി. ഇനി നമുക്ക് ജ്യൂസ് എടുക്കാനായിട്ട് പോകാം. ജ്യൂസിൻ്റെ വിശാലമായ ലോകത്തെത്തിയപ്പോൾ ഏത് ജ്യൂസ് എടുക്കണമെന്ന് കൺഫ്യൂഷനായി. അവസാനം ഞങ്ങളൊരു തീരുമാനത്തിലെത്തി, അൽമറയുടെ ഓറഞ്ച് ജ്യൂസ് എടുക്കാമെന്നുള്ളത്. അങ്ങനെ അതിൻ്റെ ഒരു ഫാമിലി പാക്ക് ജ്യൂസ് എടുത്തിട്ടുണ്ട്. വീഡിയോയുടെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ഹായ് കാണിക്കാൻ പറഞ്ഞപ്പോൾ ഇതാ 2 പേരും ഒട്ടും വിഷമിപ്പിക്കാതെ തന്നെ ഹായ് ഒക്കെ തന്നിട്ടുണ്ട്. ഒരാൾ കയറിയ പാടെ തന്നെ ബിസ്ക്കറ്റൊക്കെ പൊട്ടിച്ചിട്ട് കഴിച്ചു. അങ്ങനെ ജ്യൂസും ക്രോയ്സൻറ്റും കേക്കൊക്കെ എടുത്ത് ഇനി നമുക്ക് ബില്ലടിക്കാനായിട്ട് പോകാം. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തു. അത് ബില്ലടിച്ചിട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി പിന്നെ പാർക്കിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നടക്കാനൊന്നും ബുദ്ധിമുട്ടില്ല. നല്ല തണുപ്പും ഒരു ചെറിയ കാറ്റൊക്കെ ഉണ്ട്. ഇപ്പോൾ മക്കൾക്ക് കളിക്കാനായിട്ട് ബോളൊക്കെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വെള്ളവും അതൊക്കെ നമ്മൾ മറക്കാതെ തന്നെ കൊണ്ടുപോകണം. അല്ലെങ്കിൽ അവിടെ ചെന്ന ഉടനെ തന്നെ വെള്ളം ചോദിച്ചിട്ട് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വെള്ളം കിട്ടുന്നത് വരെ ചോദിച്ചുകൊണ്ടിരിക്കും. ഈ ക്യൂട്ടായിട്ടുള്ള നായക്കുട്ടിനെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാൻ തോന്നി. അങ്ങനെ വീഡിയോയിൽ പകർത്തിയതാണ്. ചെറിയ ആൾക്ക് നായക്കുട്ടിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ആൾക്ക് അടുത്തേക്ക് ചെല്ലുമ്പോൾ നല്ല പേടിയാണ്, പക്ഷെ ഇങ്ങനെ ദൂരം നിന്ന് കാണുന്നതും കളിക്കുന്നതൊക്കെ കാണാൻ ഇഷ്ടമാണ്. എന്നും വീഡിയോയിൽ പിടിതരാതെ പറന്നു പോകുന്നൊരു വിഭാഗമാണ് ഈ പ്രാവുകൾ. എന്നും പ്രാവ് പറക്കുന്നൊരു വീഡിയോ ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോകും, പക്ഷേ പ്രാവുകൾ പറക്കുന്നതൊന്നും എനിക്ക് കിട്ടാറില്ല. ഇന്ന് എനിക്കത് കിട്ടിയിട്ടുണ്ട്. വിൻ്റർ ആയപ്പോൾ ഇവിടെ എല്ലാ സൈഡുകളിലും പൂക്കളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ. ഇനി നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ പ്രതീക്ഷിക്കാതെ നടന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജ്യൂസും ക്രോയ്സൻ്റും ഒക്കെ പാർക്കിലെത്തിയിട്ട് കഴിക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്ത ഞങ്ങൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ഷോപ്പ് കണ്ടു, ഹൗസ് ഓഫ് ടീ. അവിടെ എത്തിയപ്പോൾ ഇക്ക പറഞ്ഞു നമുക്കൊരു ചായയും സ്നാക്സൊക്കെ കഴിക്കാമെന്ന്. അവിടുത്തെ സ്നാക്സൊക്കെ ലൈവായിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. അതായത് നമ്മൾ പറയുന്നതിനനുസരിച്ചിട്ട് അവരവിടെ സ്നാക്സ് നമുക്ക് പൊരിച്ചു തരും. കൂടാതെ നമുക്ക് ചായയും അവിടുന്ന് ഇതുപോലെ പാർസലാക്കിയിട്ട് തരും. ഫ്ലാസ്കിലാണ് നമുക്ക് ചായ തരിക. ആ ഫ്ലാസ്ക് നമുക്ക് ഉപയോഗം കഴിഞ്ഞാൽ വീട്ടിലോട്ട് കൊണ്ടുപോകാം. അപ്പോൾ അതിനുള്ള ചാർജ് അവരെടുക്കുന്നുണ്ട്. 1 ലിറ്ററിൻ്റെ ഫ്ലാസ്കിന് വരുന്നത് 50 ദിർഹംസും 1.5 ലിറ്ററിൻ്റെ ഫ്ലാസ്കിന് വരുന്നത് 60 ദിർഹംസുമാണ്. നല്ല ക്വാളിറ്റിയുള്ള ഫ്ലാസ്ക് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ചായയും സ്നാക്സൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഇതാണ് ഞാൻ പറഞ്ഞ പ്രതീക്ഷിക്കാതെ നടന്ന സംഭവം എന്ന് പറയുന്നത്. ഒട്ടും തന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനൊരു ചായയും സ്നാക്സും മേടിക്കുമെന്ന്. ചില സംഭവങ്ങൾ അങ്ങനെ തന്നെയാണല്ലേ, പ്രതീക്ഷിക്കാതെ ആയിരിക്കും നടക്കുന്നത്. ഞങ്ങളവിടെ നിന്ന് വാങ്ങിയ സ്നാക്സ് വെജിറ്റബിൾ സമൂസയും ചിക്കൻ റോളും ആയിരുന്നു. വീണ്ടും ഞങ്ങൾ പാർക്ക് ലക്ഷ്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ചും കൂടി ഉള്ളൂ പാർക്കിലോട്ട് നടക്കാൻ. അബുദാബിയിൽ ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും വാക്കിങ്ങിനായിട്ടും അതുപോലെ തന്നെ സൈക്ലിങ്ങിനുമായിട്ടും ഇങ്ങനെ ഇതുപോലെ ട്രാക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുവിധം എല്ലാ സ്ഥലത്തും ഇതുപോലെ സൈക്ലിങ്ങിനായിട്ടും വാക്കിങ്ങിനായിട്ടും ട്രാക്കുകൾ അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ നടന്നിട്ട് പാർക്കിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പാർക്കിൻ്റെ എൻട്രൻസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പാർക്കിൽ നമുക്ക് എൻട്രൻസ് ഫീസ് ഒന്നും വരുന്നില്ല. സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു നല്ല തിരക്ക് കാണുമെന്ന്. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല പച്ചപ്പും ഹരിതാപവും ഊഷ്മളതയൊക്കെ നിറഞ്ഞതാണ് നമ്മളുടെ ഈ ഡെൽമ പാർക്ക് എന്ന് പറയുന്നത്. നമ്മൾ നാഷണൽ ഡേയുടെ ലീവിന് വന്ന സമയത്തുണ്ടായിരുന്ന തിരക്കൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. തിരക്ക് പൊതുവെ കുറവായിരുന്നു. ഈ പാർക്കിൽ വരുമ്പോൾ എന്നും ബർത്ത്ഡേ ഫംഗ്ഷൻസും അതുപോലെ ഫാമിലി ഗെറ്റ് ടുഗദറൊക്കെ കാണാറുണ്ട്. ഇന്നിവിടെ നടക്കുന്നത് ഒരു ബേബി ഷവർ ഫംഗ്ഷൻ ആയിരുന്നു.
പിങ്കും ബ്ലൂവും ഒക്കെ കളറിലുള്ള ബലൂൺസൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിത് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഒരു സ്ഥലം നോക്കിയിട്ട് നടക്കുകയാണ്. എവിടെയെങ്കിലും ഒന്ന് പോയി ഇരുന്ന് സെറ്റായതിന് ശേഷം മക്കളെ പാർക്കിലോട്ട് വിടാമെന്ന് കരുതി. ഒരു ചെറിയ ഷെഡ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അധികം തിരക്കില്ലാത്തത് കാരണമാണ് നമുക്കിവിടെ സീറ്റ് കിട്ടിയത്. ഇവിടെ എത്തുമ്പോഴേക്കും ചെറിയ മോന് നല്ല ഉറക്കമായിട്ടുണ്ട്. സ്ട്രോളറിൽ കിടന്നിട്ട് അങ്ങനെ കിടന്ന് ഉറങ്ങി. അങ്ങനെ പാർക്കിലെത്തി ഒരു സ്ഥലത്തൊക്കെ ഇരുന്ന് മൂത്ത മോന് കളിക്കാനായിട്ട് പാർക്കിലോട്ട് പോയി. ഇവിടെ എത്തിയപ്പോഴേക്കും നമ്മളുടെ പ്രെയർ ടൈം ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യം നമസ്കരിക്കാനായിട്ട് പോയി. ചെറിയ മോന് ഉറങ്ങുന്നത് കാരണം ഇക്ക മോൻ്റെ അടുത്ത് ഇരുന്നു. ഈ സമയം നമ്മൾ ഇരുന്ന ഭാഗത്ത് നിന്നുള്ള പാർക്കിൻ്റെ വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ. വെളിച്ചത്തിൽ ശരിക്കും ബ്യൂട്ടിഫുൾ തന്നെയാണ്. ആ പച്ചപ്പൊക്കെ കാണുമ്പോൾ നല്ല മനസ്സിനൊരു കുളിർമ തന്നെ കിട്ടുന്നുണ്ട്. കുട്ടികളൊക്കെ ഇവിടെ കളിക്കുന്നുണ്ട്. കുറച്ച് കുട്ടികളൊക്കെ ഇവിടെ കളിക്കുന്നുണ്ടായിരുന്നു. ഫാമിലി ആയിട്ട് ഇതുപോലെ വന്ന് ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതൊരു ക്ലോസ്ഡ് പാർക്കായത് കാരണം നമുക്ക് മക്കളൊക്കെ കളിക്കാനായിട്ട് വിടുമ്പോൾ പേടിക്കാനൊന്നുമില്ല. റോട്ടിലോട്ട് പോകുന്നു പേടിക്കാനില്ല. ധൈര്യമായിട്ട് തന്നെ നമുക്ക് അവരെ കളിക്കാനായിട്ട് വിടാം. അന്ന് ഞാൻ പാർക്കിൻ്റെ വീഡിയോ ഷെയർ ചെയ്തിരുന്ന സമയത്ത് എനിക്കൊരു കമൻറ്റ് വന്നിരുന്നു. വെളിച്ചത്തിലാണ് ആ വീഡിയോ എടുത്തിരുന്നതെങ്കിൽ ഒന്നുകൂടി ഞങ്ങൾക്ക് കാഴ്ചകളൊക്കെ കാണുമായിരുന്നു എന്നായിരുന്നു ആ കമൻറ്റ്. എന്തായാലും ആ കമൻറ്റിനുള്ള റിപ്ലൈ ആണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നല്ല വെളിച്ചത്തിൽ തന്നെ ഇതാ നിങ്ങൾ കണ്ടോളൂ പാർക്കിൻ്റെ ഓരോ വ്യൂസും കാര്യങ്ങളൊക്കെ. ഞങ്ങളിവിടെ അത്യാവശ്യം നേരം പാർക്കിൽ സ്പെൻഡ് ചെയ്തു. ഞങ്ങളൊരു 4:30 ആയപ്പോൾ എത്തി. ഞങ്ങളിവിടെ നിന്ന് തിരിച്ചിറങ്ങിയത് ഒരു 7:15 സമയത്തായിരുന്നു. പാർക്കിനകത്ത് നമസ്കാര സൗകര്യമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നിസ്കരിക്കാനൊക്കെ ഞങ്ങൾക്ക് ഇവിടെ തന്നെ സാധിച്ചു. ഫാമിലികൾക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്കാണ് ഡെൽമ പാർക്ക്. ഫാമിലി ഗെറ്റ് ടുഗദറിനും അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള പാർക്കും എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ളതാണ് ഈ ഡെൽമ പാർക്ക്. 900 മീറ്ററുടെ ജോഗിങ് ട്രാക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ ജോഗിങ്ങിനായിട്ടുള്ള ആൾക്കാരെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നമസ്കാരം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിവിടെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത് സെറ്റ് ചെയ്തു. ഇതൊക്കെയാണ് നമ്മൾ പാർക്കിലോട്ട് കൊണ്ടുവന്ന സാധനങ്ങൾ. ഇത് കാണുമ്പോൾ ആരും വിചാരിക്കേണ്ട ഈ സാധനങ്ങളൊക്കെ ഞങ്ങൾ ഒറ്റയടിക്ക് തിന്ന് തീർത്തു എന്നുള്ളത്. ഒരിക്കലും ഇല്ല. അത് ഞങ്ങൾ ബാക്കിയായിട്ട് വീട്ടിലോട്ട് കൊണ്ടുവന്നു. ജ്യൂസൊന്നും ഞങ്ങൾക്ക് അവിടെ നിന്ന് കുടിക്കാനായിട്ട് പറ്റിയില്ല. മക്കൾ ജ്യൂസ് കുടിച്ചു. ഞങ്ങൾ ചായയും സ്നാക്സൊക്കെയാണ് കഴിച്ചത്. ഇതാ ഈ കേക്കാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണെന്ന്. മക്കൾക്കായിട്ട് വാങ്ങിയതാണ് ഈ മാംഗോ ജ്യൂസ്. അങ്ങനെ ചായയും സ്നാക്സൊക്കെ എല്ലാവരും എൻജോയ് ചെയ്തിട്ട് കഴിച്ചു. ചിക്കൻ റോളും സമൂസയൊക്കെ നല്ല ഫ്രഷ് ആയതുകൊണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ പാർക്കിലൊക്കെ വന്നിട്ട് വൈകുന്നേരങ്ങളിൽ ചായയൊക്കെ കുടിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു എൻജോയ്മെൻറ്റും റിലാക്സൊക്കെ തന്നെയാണ്. ഒരു പരിധി വരെ നമ്മുടെ സ്ട്രെസ് റിലീഫിനൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ് ഇതുപോലത്തെ കുറച്ച് മൊമെൻറ്റ്സ്. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞു. അതിനുശേഷം മക്കൾ പാർക്കിൽ കളിക്കാനായിട്ട് ഇറങ്ങി. ഇനി അവർ നല്ലോണം എൻജോയ് ചെയ്യട്ടെ. അപ്പോൾ അത്യാവശ്യം നേരം പാർക്കിൽ അവർ കളിച്ചിട്ടുണ്ടായിരുന്നു. മൂത്താൾ ചെറുതായിരിക്കുന്ന സമയത്ത് ഇതുപോലെ സ്ലൈഡിലൊക്കെ ഞങ്ങൾ ഒറ്റയ്ക്ക് കയറ്റില്ല. ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു വീഴുമോ എന്നുള്ളതൊക്കെ. പക്ഷേ പിന്നീടാണ് ഞങ്ങൾക്കൊക്കെ മനസ്സിലായത് ഇവരൊക്കെ ഒറ്റയ്ക്ക് ഒരു പ്രായമായി കഴിഞ്ഞാൽ അതൊക്കെ ഒറ്റയ്ക്ക് തന്നെ ചെയ്യുമെന്നുള്ളത്. ഇവനിലൂടെ ഞങ്ങളത് മനസ്സിലാക്കി. രണ്ടാളും പാർക്കിൽ നല്ലോണം എൻജോയ് ചെയ്തിട്ട് തന്നെ കളിച്ചു. അധികം തിരക്കൊന്നും ഇല്ലാത്ത കാരണം തന്നെ എല്ലാ സ്ലൈഡുകളും അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പോൾ കളിയും നമസ്കാരവും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ പാർക്കിൽ നിന്ന് പോവുകയാണ്. ഇപ്പോൾ സമയം 7:30 ആവാനായിട്ടുണ്ട്. നല്ല തണുത്ത കാറ്റ് വന്ന സമയത്താണ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാനായിട്ട് തീരുമാനിച്ചത്. ഇനി നമുക്ക് നേരെ റൂമിലോട്ട് പോകാം. റൂമിൽ പോയതിനു ശേഷം വേണം നമുക്ക് രാത്രിക്കാലത്തെ ഫുഡൊക്കെ റെഡിയാക്കണം. ഇതാണ് നമ്മളുടെ പാർക്കിൻ്റെ നൈറ്റ് വ്യൂ. ഇന്ന് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു നല്ല തണുപ്പായതുകൊണ്ടാണ് തോന്നുന്നത് ഇന്ന് അത്ര തിരക്കൊന്നും ഇല്ലാതിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അടുത്ത അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.